أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അൽ ബഖറയിലെ 144-ാമത്തെ വചനമാണ് നിങ്ങൾ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: മുസ്ലിങ്ങളെ, എപ്രകാരം നാം നിങ്ങൾക്ക് നേർമാർഗം കാണിച്ചു തന്നുവോ അതേ പ്രകാരം നിങ്ങളെ നാം ഒരു ഉത്കൃഷ്ട സമുദായമാക്കിയിരിക്കുന്നു. നിങ്ങൾ മറ്റു മനുഷ്യരുടെ മേൽനോട്ടക്കാരാകുന്നതിനും ഈ പ്രവാചകൻ നിങ്ങളുടെ മേൽനോട്ടക്കാരനാകുന്നതിനും വേണ്ടി നീ ലക്ഷ്യമാക്കിയിരിക്കുന്ന കിബിലയെ നാം നിശ്ചയിച്ചിരിക്കുന്നത് ഈ പ്രവാചകനെ പിന്തുടരുന്നവനെ തൻ്റെ കുതികാലുകളിൽ പിന്തിരിഞ്ഞ് കളയുന്നവനിൽ നിന്ന് വേർതിരിച്ചറിയുന്നതിന് മാത്രമായിരുന്നു. അള്ളാഹു ഒരിക്കലും നിങ്ങളുടെ വിശ്വാസത്തെ പാഴാക്കുകയില്ല. തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് വളരെ ഔദാര്യമുള്ളവനും അധികമധികം കരുണ ചെയ്യുന്നവനുമാകുന്നു. ഇതിൻ്റെ തഫ്സീറിൽ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അധ്യാപനം ഖിയാമത്ത് നാൾ വരെ നീണ്ടു നിൽക്കുന്നതാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും തുടർന്ന് പറയുന്നു: ഈ ആയത്തിൽ നിന്നും മുഹമ്മദി ഉമ്മത്തിൽ ദൈവനിയോഗിതർ ഉണ്ടാവും എന്നതിന് തെളിവ് ലഭിക്കുന്നു. കാരണം ഇതിൽ നിന്നും വ്യക്തമാകുന്നത് എന്തെന്നാൽ ഉമ്മത്തെ മുഹമ്മദിയായെ അള്ളാഹു നിലനിർത്തിയിരിക്കുന്നത് തന്നെ അവർ നിരന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആത്മീയ അനുഗ്രഹത്തിൽ നിന്നും മനുഷ്യരിലേക്ക് അതിനെ എത്തിക്കുന്നതിനാണ്. പക്ഷേ എന്നാൽ ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ തന്നെ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആകാനുള്ള സാധ്യതയുള്ളതിനാൽ അള്ളാഹു പറഞ്ഞു, മുസ്ലിങ്ങളുടെ മോശം പ്രവൃത്തികളാൽ ഈ ആത്മീയ പ്രവാഹം നിലച്ചാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സാക്ഷിയോ നിരീക്ഷകനോ ആയി ലോകത്ത് വരും. അതായത് ഉമ്മത്തെ മുഹമ്മദിയ മറ്റുള്ളവരെ സംസ്കരിക്കാൻ കഴിയാതെ സ്വയം സംസ്കരണത്തിൻ്റെ ആവശ്യമുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവരുടെ പരിഷ്കരണം നടത്തും. അതുകൊണ്ടാണ് അള്ളാഹു യകൂന റസൂലു അലൈക്കും ഷഹീദൻ, അതായത് റസൂൽ നിങ്ങളുടെ മേൽ സാക്ഷിയായിരിക്കും എന്നതിനെ പിന്നിലാക്കിക്കൊണ്ട് തക്കൂനു ഷുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങളുടെ മേൽ സാക്ഷിയായിരിക്കും എന്നുള്ളതിനെ ആദ്യം വച്ചത്. ഇതിൽ വെറും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടം മാത്രമാണ് പരാമർശിച്ചിരുന്നതെങ്കിൽ യകൂനു റസൂലു അലൈക്കും ഷഹീദൻ എന്ന് ആദ്യം വരേണ്ടതായിരുന്നു. തക്കൂനു ഷുഹദാ അലന്നാസ് എന്നത് പിന്നീടും വരേണ്ടതായിരുന്നു. എന്നാൽ ഇവിടെ സ്വഹാബികൾക്ക് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും പിന്നെ സഹാബാക്കൾ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ വിശുദ്ധ ഖുർആൻ യകൂന റസൂലു അലൈക്കും ഷഹീദൻ എന്നതിനെ പിന്നീടാണ് വച്ചത്, അതിനുശേഷമാണ് വച്ചത്. അതിനാൽ മനസ്സിലാകുന്നത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആദ്യ വരവിനെ സംബന്ധിച്ചല്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവിനെയാണ് അർത്ഥമാക്കുന്നത് എന്ന് ഹുദൂർ പറയുന്നു. പിന്നെ പറയുന്നു, വമാ ജഅൽനൽ ഖിബ്ലത്തല്ലത്തി കുന്ത അലൈഹ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി, അതായത് നീ ലക്ഷ്യമാക്കിയിരിക്കുന്ന ഖിബലയെ നാം നിശ്ചയിച്ചിരിക്കുന്നത് ഈ പ്രവാചകനെ പിന്തുടരുന്നവനെ തൻ്റെ കുതികാലുകളിൽ പിന്തിരിഞ്ഞു കളയുന്നവനിൽ നിന്ന് വേർതിരിച്ചറിയുന്നതിന് മാത്രമായിരുന്നു.
ഹുദൂർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷം മക്കയിലും അതിനുശേഷം മദീനയിൽ എത്തിയതിന് ശേഷം 16-17 മാസം ബൈത്തുൽ മുഖദ്ദസിനെ കിബിലയാക്കിയിട്ട് തന്നെയാണ് നമസ്കാരം അനുഷ്ഠിച്ചിരുന്നത്. അതിനുശേഷം ബൈത്തുള്ള കാബയ്ക്ക് നേരെ മുഖം തിരിക്കുവാനുള്ള കൽപ്പന ലഭിക്കുകയുണ്ടായി. എന്നാൽ ചിലർ പറയുന്നു, ആരോപണമായിട്ട് അവർ പറയുകയാണ്, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാബയുടെ നേരെ മുഖം തിരിച്ച് നമസ്കരിക്കുകയും മദീനയിൽ വന്നപ്പോൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുഖം തിരിക്കുകയും ചെയ്തു. അത് ഈ ക്രൈസ്തവ എഴുത്തുകാർ ആണ് ഇത് ആരോപിക്കുന്നത്. അവർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ യഥാർത്ഥ ഉദ്ദേശം, മദീനയിലെത്തിയപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള യഥാർത്ഥ ഉദ്ദേശം യഹൂദികളുടെ പ്രീതി സമ്പാദിക്കുന്നതിനായിട്ടാണ് എന്ന്. അതായത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുഖം തിരിച്ചത് മദീനയിൽ വന്നപ്പോഴാണ്, അത് യഹൂദികളുടെ പ്രീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. എന്നാൽ അതിൽ പരാജയപ്പെട്ടപ്പോൾ വീണ്ടും കാബയിലേക്ക് മുഖം തിരിച്ചു എന്ന് അവർ ആരോപിക്കുന്നു. എന്നിട്ട് ഹുദൂർ പറയുന്നു, എന്നാൽ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ അവരുടെ ഈ ആരോപണം വ്യാജമാണെന്ന് നമുക്ക് മനസ്സിലാകും. ചരിത്രം പരിശോധിക്കുമ്പോൾ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കിട്ടിയിരുന്ന കൽപ്പന ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുഖം തിരിക്കുവാൻ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകും. മക്കയിൽ ബൈത്തുൽ മുഖദ്ദസിന് നേർക്ക് തിരിഞ്ഞു തന്നെയാണ് നമസ്കരിച്ചിരുന്നത്. അല്ലാതെ യഹൂദികളെ തൃപ്തിപ്പെടുത്താൻ മദീനയിൽ എത്തിയതിനു ശേഷം അള്ളാഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയാൻ പറഞ്ഞതല്ല. ഈ ആരോപണത്തിന് മറ്റൊരു മറുപടി ഹുദൂർ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുല്ലാഹിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ യഹൂദികൾ പരിഹസിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട് മുശ്രിക്കുകളോട് പറയുമായിരുന്നു, ഇഷ്താഖ മുഹമ്മദുൻ ഇലാ മൗലിദിഹി വ അൻ ഖരീബിൻ ഇർജിഉ ഇലാ ദീനിക്കും. അതായത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വീണ്ടും തൻ്റെ ജന്മനാടിൻ്റെ ഓർമ്മ വന്നിരിക്കുന്നു. അദ്ദേഹം അടുത്തു തന്നെ നിങ്ങളുടെ ദീനിൽ തന്നെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഈ വാചകത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലും അതുപോലെ തന്നെ മദീനയിൽ വന്നതിന് ശേഷവും ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെയാണ് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത്. ഇതുവരെ ബൈത്തുല്ലാഹിലേക്ക് തിരിഞ്ഞുള്ള നമസ്കാരത്തിനുള്ള അനുമതി ലഭിക്കുന്നത് വരെ അവിടേക്ക് നോക്കി തന്നെയാണ്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെയാണ് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നു. പിന്നെ പറയുന്നു, വമാ കാനല്ലാഹു യുളീഅ ഈമാനക്കും, അള്ളാഹു ഒരിക്കലും നിങ്ങളുടെ വിശ്വാസത്തെ പാഴാക്കുകയില്ല. ഹുദൂർ പറയുന്നു, ഇതൊരു പരീക്ഷണമായിരുന്നു, ചിലർക്ക് കാലിടറാനുള്ള കാരണമായി. എന്നാൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ട ഈ കിബിലയുമായിട്ടുള്ള ബന്ധം നിങ്ങളെ എങ്ങനെ നഷ്ടത്തിലാക്കും? അള്ളാഹു പറയുന്നത് അങ്ങനെയാണ്. ഹുദൂർ പറയുന്നത്, ഇതിൻ്റെ യഥാർത്ഥർത്ഥം എന്ന് പറയുന്നത്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിശ്വസിച്ചിട്ടും ബൈത്തുള്ളയോട് നിങ്ങളുടെ സ്ഥിരമായ ബന്ധം സൃഷ്ടിക്കാതിരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് വിരുദ്ധമാണ്. കാരണം കഅബയെ കിബിലയാക്കിയില്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ പ്രവചനത്തിൻ്റെ മഹത്വം ലോകത്തിന് വ്യക്തമാകില്ലായിരുന്നു. അള്ളാഹു ഇബ്രാഹീമി ദുആയുടെ ഫലമായി നിങ്ങളെ വിശ്വസിപ്പിക്കുകയും പിന്നീട് കഅബയുമായി നിങ്ങളുടെ ബന്ധം സ്ഥാപിക്കാതിരിക്കുകയും ചെയ്യുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല. അതുപോലെ അള്ളാഹു നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതല്ല എന്നതിൽ ഇങ്ങനെയും സൂചന ലഭിക്കുന്നു. പരീക്ഷണങ്ങൾ ഈമാനിനെ നഷ്ടപ്പെടുത്താൻ വരുന്നതല്ല, മറിച്ച് യഥാർത്ഥ ഈമാൻ ഉള്ളവരെ പ്രകടമാക്കാനും കള്ളന്മാരുടെ കള്ളത്തരം തുറന്നു കാട്ടാനും വേണ്ടിയാണ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.